ഒരു വെറൈറ്റി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഒട്ടകത്തിൻ്റെ ഇറച്ചി വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണത്. കാണാനും ബീഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട്. എങ്കിലും ഒരു ബീഫ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എങ്ങനെ ഇരിക്കണം, ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കും. ഇതിനും നല്ല നെയ്യുള്ള ഇറച്ചിയാണത്. അപ്പോൾ അത് ഫ്രഷ് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് റോസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് നിങ്ങളെ വീഡിയോ കാണിക്കാം എന്ന് കരുതിയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇതൊരു 3/4 കിലോ ഇറച്ചിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ബീഫാന്നേ പറയുള്ളൂ. പെട്ടെന്ന് നോക്കുമ്പോൾ ബീഫ് പോലെ തന്നെ തോന്നും. പിന്നെ ബീഫിനേക്കാളും കൂടുതൽ നെയ്യുണ്ട് ഇതിൽ. നെയ്ക്കട്ട കുറച്ച് കൂടുതലാണ്. പിന്നെ ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ടിട്ടാണ് ആദ്യം വേവിക്കുന്നത്. അതേപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 8-9 വിസിലൊക്കെ വേണ്ടി വരും ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ബീഫാണെങ്കിൽ നമുക്കൊരു 3-4 ഒക്കെ വിസിൽ വരുമ്പോഴത്തേന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഓരോരുത്തരുടെ കുക്കറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും വിസിലിൻ്റെ അളവ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വെക്കണം. കാരണം അത്ര അധികം വേവുണ്ട് ഇതിന്. അത്ര പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ആദ്യം ഇതിനെ സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വെളിയിലേക്ക് വരും. അതിൻ്റെ ശേഷം വിസിലിട്ട് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെയും കണ്ട് വെക്കുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കുമെന്നുള്ള ഒരു ഡൗട്ട് വരും. അതിനാണ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വെള്ളം വന്നതിൻ്റെ ശേഷം അടച്ച് വെക്കുക. ഞാൻ ഒട്ടും ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ബീഫിൽ നമ്മളെങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ തന്നെ വെച്ചുള്ള. ബീഫിൽ നിന്നും കുറച്ച് വെള്ളം വരും, അതേപോലെ തന്നെ ഇതിൽ നിന്നും കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് വെന്ത് വരും. ഇറച്ചി വേവുന്ന സമയം കൊണ്ട് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഉള്ളി ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ മധുരമായി പോകും റോസ്റ്റിന്. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ പൊടികൾ ഇട്ട് കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ റോസ്റ്റിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഒത്തിരി പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടികളുടെ ഒരു കുത്തായിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ മല്ലിപ്പൊടി മുളകും പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതിനെ മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് റോസ്റ്റിൽ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ 9 വിസിലെടുത്ത് ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ആദ്യം തന്നെ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. വേവാത്ത വിധത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് അധികം വേവാനുള്ള ടൈം കിട്ടില്ല. കാരണം പെട്ടെന്ന് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റി പോവും. അപ്പോൾ നല്ല വേവുണ്ട് ഇതിന്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് വേവണ വിധത്തിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ എത്രത്തോണ്ട് നമ്മളിത് വേവിച്ചെടുക്കണം അത്രയും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇറച്ചി കിട്ടും. അപ്പോൾ വേവാത്ത വിധത്തിൽ എടുക്കുമ്പോഴാണ് ഇത് ഇറച്ചി നല്ല കട്ടിയായിട്ട് പോകുന്നത്. അങ്ങനെ വെന്തുടഞ്ഞു പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രത്തോണ്ട് വേവിക്കാൻ പറ്റണോ അത്രയും വേവിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ്, എരിവ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എരിവിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, അതാണ് നല്ല ടേസ്റ്റ്. അതേപോലെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കുറച്ച് ഗ്രേവി രൂപത്തിൽ കുറച്ച് വെള്ളം പോലെ വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ അങ്ങനെ കുറച്ച് വെള്ള രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഡൗട്ട് അടിക്കുകയൊന്നും വേണ്ട. ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കിട്ടുമെന്ന് അറിയാം. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇതേപോലെ ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കണം.